ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നുറുക്ക് ഗോതമ്പൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് കുറച്ച് ദിവസം കേടാകാതിരിക്കാനും പുറത്തുള്ളവർക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർത്ത് വെക്കുക. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ചെറിയ നുറുക്കാണെങ്കിലും വലിയ നുറുക്കാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. ശരിക്ക് മുഴുവനായിട്ട് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടൂല. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടോ, ഇല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോവും. ചെറിയ തരിയുള്ളതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഇതാവും കേട്ടോ, കരിയും. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ശരിക്കും നമ്മൾ വറവാകാണ്ടത് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് വയറുവേദനയൊക്കെ വരും കേട്ടോ, പച്ചയായിട്ട് ഗോതമ്പൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ശരിക്കും നന്നായിട്ട് വറക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ടൈം മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ, അപ്പോൾ ഒരുപാട് വീഡിയോ അങ്ങോട്ട് ലെങ്തായി പോവും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരും, അതുപോലെ തന്നെ നല്ലൊരു മൂത്ത സ്മെല്ല് വരും കേട്ടോ, ഗോതമ്പിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്താൽ മതി. അപ്പം ഒരു ഗോതമ്പിൻ്റെ ഒരു മണി എടുത്തിട്ട് ഒന്ന് കടിച്ചിട്ട് നോക്കുക, അപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ചട്ടീൻ്റെ ആ ഒരു ചൂട് കാരണം തന്നെ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിയും കേട്ടോ. ഇനി അതൊന്ന് മാറ്റിയതിന് ശേഷം ഞാൻ അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇത് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു 1/2 കപ്പ് തേങ്ങ ഞാനിങ്ങനെ കൊത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾ കൊപ്ര ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൊപ്രയൊക്കെ വീട്ടിലുണ്ട് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഞാനിവിടെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറവായി വരുന്ന സമയത്ത് നമുക്ക് ഇത് കോരി മാറ്റാം. ഇപ്പോൾ ഗോതമ്പ് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചൂടാറിന് ശേഷം മാത്രമേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതും നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ, അണ്ടിപ്പരിപ്പ്, ബദാം ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നട്ട്സൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊപ്രയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. തേങ്ങ ആകുമ്പോൾ കുറച്ച് സമയം കൂടെ നമ്മൾ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വലിയുന്നവരെ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് രണ്ടും ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വറവായാൽ ഒരു 2 ദിനം തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ശരിക്കും വറവായിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊടിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് മുഴുവനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ, അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു ഇതും കൂടെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ കുറേ സമയം മിക്സിയിലിട്ടിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കും കേട്ടോ, ഓയിലിൻ്റെ ആ ഒരു കണ്ടൻ്റ് ഉള്ളത് കാരണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുകയാണെങ്കിലും കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പൊടിച്ചതും കൂടെയാണ് ചേർക്കുന്നത്. ശർക്കര നിങ്ങൾക്ക് ഒന്നെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കര പൊടിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് നിങ്ങൾ കൈ തൊടാണ്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലോ ഒരു കവറിലോ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 2 ആഴ്ചയൊക്കെ എന്തായാലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാണ്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പാക്ക് ചെയ്തിട്ടോ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യത്തിന് മാത്രം എടുത്തിട്ടൊന്ന് നനച്ചിട്ട് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. പുറത്തേക്കൊക്കെ കൊടുത്തേക്കണം എന്നൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. വീട്ടിൽ തന്നെ അപ്പം തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് നമുക്ക് ഒഴിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വെക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ശർക്കര ചേർക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്.
അപ്പോൾ ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇവിടെ തണുപ്പ് കാരണം തന്നെ നെയ്യൊക്കെ നല്ല കട്ടിയായിട്ടാണ് കേട്ടോ. ഈ നെയ്യൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഞാനിവിടെ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഡ്രൈ ആയിട്ട് കോരി കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു അവലോസ് പൊടിയൊക്കെ കഴിക്കണ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോരി കഴിക്കുക ചായൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ലഡു ഒക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അരി വെച്ചിട്ട് ഇതുപോലെ അരിയുണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണമെന്നുള്ളവർ കണ്ടു നോക്കട്ടെ. അതുപോലെ അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിന് മലപ്പുറം അണ്ടിപ്പുട്ട് എന്നൊക്കെ പറയും. എല്ലാ ഭാഗത്തും എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. നമ്മൾ എള്ളും പുട്ട്, അണ്ടിപ്പുട്ട്, അരിയുണ്ട, ഇതുപോലെ ഗോതമ്പുണ്ട, ഇതൊക്കെ ഒരു നാടൻ പലഹാരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങൾ വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉരുട്ടിയെടുത്താൽ മതി. ഇങ്ങനെ വെള്ളം നനയ്ക്കുന്നതിന് മുമ്പ് വേണം നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ വെക്കാൻ കേട്ടോ. വെള്ളം നനച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസമൊന്നും ഇരിക്കൂല, ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.